ഇനി രക്തദാതാവിനെ അന്വേഷിച്ചു വലയേണ്ട. തൊട്ടടുത്ത വർഷങ്ങളിൽ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന കൃത്രിമ രക്തം എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജപ്പാനിലാണ് ഇത് സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടക്കുന്നത്. പലപ്പോഴും ഒരു രക്തദാതാവിനെ ലഭിക്കാതെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയകളിലും രക്തദാതാവിനായുള്ള അന്വേഷണങ്ങൾ എത്താറുണ്ട്. ഭാവിയിൽ ഇതിന്റെയൊന്നും ആവശ്യം വരില്ല. ജപ്പാനിലെ ഗവേഷകർ എല്ലാ രക്തഗ്രൂപ്പുകൾക്കും ചേരുന്ന കൃത്രിമ രക്തം വികസിപ്പിച്ച് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രൊഫസർ ഹിരോമി സഗായിയുടെ നേതൃത്വത്തിൽ 2 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഈ രക്തമാണ് വികസിപ്പിക്കുന്നത്. കാലഹരണപ്പെട്ട രക്തത്തിൽ നിന്ന് ഹീമോഗ്ലോബിൻ വേർതിരിച്ചെടുത്താണ് കൃത്രിമ രക്തം നിർമ്മിക്കുന്നത്. സാധാരണ ബ്ലഡ് ബാങ്കിലേക്കോ ആശുപത്രികളിലേക്കോ നൽകുന്ന രക്തത്തിന് 42 ദിവസത്തെ ആയുസ്സേയുള്ളൂ. മാത്രമല്ല, ഇതിന് അനുയോജിത പരിശോധനയും വേണം. എന്നാൽ ഈ കൃത്രിമ രക്തത്തിന് അത്തരം പ്രശ്നങ്ങളില്ല. 16 സന്നദ്ധ പ്രവർത്തകരിൽ ഇതിനോടകം പരീക്ഷണം നടത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഇത് വിജയിച്ചാൽ 2030ഓടെ ഈ സാങ്കേതികവിദ്യ പ്രാവർത്തികമാവുകയും അടിയന്തര വൈദ്യസഹായ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ കണ്ടുപിടുത്തം നോബൽ സമ്മാനത്തിന് അർഹമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു.